ഗൈസ്, നമ്മുടെ ലവ് സ്റ്റോറിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഇൻട്രോ പറഞ്ഞു. ഹലോ. അപ്പോൾ നമ്മുടെ ലവ് സ്റ്റോറി അല്ലേ, കഴിഞ്ഞ വട്ടം നമ്മൾ Q&Aൻ്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു ക്വസ്റ്റ്യൻ വായിച്ചു പോണേന്ന്, അങ്ങനെയുള്ള കമൻറ്റ് കണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മൾ ലവ് സ്റ്റോറി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന കൊണ്ടിട്ടാണ് അങ്ങനെ ക്വസ്റ്റ്യനായിട്ട് വായിച്ചു പോയത് അല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു വില്ലേജ് വൈബിങ് ഗൈസ്. അപ്പോൾ നമ്മളിനി സ്ഥിരം ഇതേപോലെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയുക. അപ്പോൾ നമ്മളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 ഐ തിങ്ക് ഏപ്രിൽ, ഒന്നല്ലെങ്കിൽ മാർച്ച് അല്ല ഏപ്രിൽ 2, അതൊരു സൺഡേ ആണെന്ന് തോന്നുന്നു. ഏപ്രിൽ 2 ഒരു എൻഗേജ്മെൻറ്റ് പരിപാടിയിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയം സ്റ്റാർട്ടാവുന്നത്. അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കസിനാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ കസിനാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചു കണ്ടു. ഓക്കെ, സംസാരം നോർമലി നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ പരിചയപ്പെടുമല്ലോ, അങ്ങനെ ഫ്രണ്ട്സ് നമുക്ക് അറിയാവുന്ന രീതിയിൽ അങ്ങനെയായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് അറിയാം, ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളത് എനിക്കും അറിയാം. അല്ലാതെ നമ്മൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അങ്ങനത്തെ ഒന്നും വന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ചാണ് ഞങ്ങൾ ശരിക്കും പരിചയപ്പെടുന്നത്, ആ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് 2019 ഏപ്രിൽ 2. അത് കൃത്യമായിട്ട് ഞാൻ ഓർത്തിരിക്കാൻ കാര്യം വേറൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ ബാങ്കിങ് വർക്കായിരുന്നല്ലോ, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ, അതായത് നമ്മുടെ ക്ലോസിങ് മാർച്ച് 31 ക്ലോസിങ് കഴിഞ്ഞിട്ട് നമുക്ക് 1-ാം തീയതി പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അന്ന് ബ്രാഞ്ചിൽ നിന്ന് ട്രീറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും ഔട്ടിങ്ങിനും അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഉണ്ടാവും. ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് ഞാൻ അവിടെ വരുന്നത്. അതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒന്നല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ 2 ആയിരിക്കാം. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. പിന്നെ ഞങ്ങൾ അതിനുശേഷം കോണ്ടാക്ട് ചെയ്യുന്നത് ഫേസ്ബുക്കിലൂടെ ഉള്ള ഫ്രണ്ടിൻ്റെ മെസ്സേജൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. അതിന് ശേഷം പിന്നെ അവളുടെ ഫോണിൽ നിന്ന് ഇതുങ്ങൾ എന്നെ വിളിച്ച് അങ്ങനെ എന്തോ ചെയ്തു. ഇവർ പുറത്ത് കറങ്ങാൻ പോയ ടൈമിൽ എന്നെ കോണ്ടാക്ട് ചെയ്ത്, എനിക്ക് തോന്നുന്നു നെട്ടൂർ വെച്ചിട്ട് അവിടെ വീട്ടിൽ പോയപ്പോൾ വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ എന്തോ ഇല്ലേ, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ പുഴവാരത്ത് നിന്നൊക്കെ എനിക്ക് വീഡിയോ കോൾ ചെയ്ത് ഓർക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ്. എന്തായാലും ഫ്രണ്ടിന്റെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചു. അങ്ങനെയാണ് പിന്നെ ഞങ്ങളുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ കല്യാണം വന്നു. കല്യാണത്തിൽ പക്ഷെ ഈ കല്യാണം വന്നു കഴിഞ്ഞാലും അങ്ങനെ ഇവരുടെ ഫാമിലിയൊക്കെ ഉണ്ട്, നമുക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ. എനിക്ക് നോർമലി ഇവക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഫാമിലിയിലൊക്കെ അപ്പം ഇത്തിരി ഓരോരുത്തരൊക്കെ അറിഞ്ഞ് തുടങ്ങിയ ഉള്ളൊരു ഇത്. അങ്ങനെ എന്താ പറയുക, അപ്പം അന്ന് അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടു, ഇങ്ങനെ നോക്കി ആ ഒരു ഇത് ഉള്ളൂ. പിന്നീട് എനിക്ക് തോന്നുന്നു ഐശുവിന് അഡ്മിഷൻ മഹാരാഷ്ട്രയിൽ കിട്ടുന്നത് BSc ബോട്ടണി അല്ലേ, +2 കഴിഞ്ഞിട്ട് BSc ബോട്ടണി അല്ലേ. അപ്പം ഞങ്ങളുടെ ബ്രാഞ്ച് വരുന്നത് മറൈൻ ഡ്രൈവ് ബ്രാഞ്ച് ആയിരുന്നു. മറൈൻ ഡ്രൈവ് ബ്രാഞ്ച്, അതെ മറൈൻ ഡ്രൈവ് ആണ്. സോറി, MG റോഡ് ബ്രാഞ്ചിലായിരുന്നു ഞാൻ വർക്ക് ചെയ്ത്. MG റോഡ് ബ്രാഞ്ചിലായിരുന്നു ഞാൻ വർക്ക് ചെയ്ത് വെച്ച്. അങ്ങനെ ബ്രാഞ്ചിന് ഇവൾക്ക് മഹാരാഷ്ട്രയിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമില്ല എനിക്കാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ വന്ന് കാണാം. ഇവൾക്ക് അങ്ങനെ ഫോണൊന്നും ആ ടൈമിൽ ഇല്ല, ഫോണില്ല. കാണുമ്പോൾ ഉള്ള ഇതേ ഉള്ളു. ഇവള് ഫ്രണ്ടിന്റെ ഫോണിൽ നിന്നായിട്ട് എന്നെ വിളിക്കോ അങ്ങനെ എന്തോ ചെയ്യുമായിരുന്നു. അങ്ങനെ എന്നെ വന്ന് വിളിച്ച് ഞാൻ ഉച്ചക്ക് മഹാരാജന്റെ ഗേറ്റിന്റെ അവിടെ പോയി ലഞ്ച് ബ്രേക്കിന്റെ ടൈമിൽ ഞാൻ പോയി കാണുമായിരുന്നു. പിന്നെ ആൾക്ക് ട്രാവൽ ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ അരൂരിൽ നിന്ന് മഹാരാജ് വരെ വരാൻ വണ്ടിയിൽ കയറി കഴിഞ്ഞാല് അതായത് ഞാൻ ട്രാവൽ തുടങ്ങണ സമയം എനിക്ക് ട്രാവൽ ചെയ്ത് അത്ര പരിചയമില്ല. അപ്പൊ ഈ ബസ്സിലൊക്കെ വന്ന് ഇങ്ങനെ പോകണതൊന്നും ഇഷ്ടമില്ല. അങ്ങനെ എനിക്ക് ആ ഒരു കരിയറിലേക്ക് പോവാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇവള് മഹാരാഷ്ട്രന്ന് പഠിത്തം നിർത്തണേന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അരിശുപോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു അവസരം കിട്ടും, കാണാൻ പറ്റും. എനിക്കാണെങ്കിലും വർക്കിൻ്റെ ഇടക്ക് ലഞ്ച് ബ്രേക്ക് എങ്ങനെയെങ്കിലൊക്കെ ഓടി വന്ന് ഞാൻ തിരക്കിൻ്റെ ഇടക്ക് എങ്ങനെയെങ്കിലൊക്കെ കാണുമായിരുന്നു. അപ്പോൾ ഇവള് പറഞ്ഞില്ല. അവൾക്ക് ബിടെക് അല്ലേ, ബിടെക് ഫുഡ് ടെക്നോളജിക്ക് വീടിനടുത്ത് തന്നെ പനങ്ങാട് ഫിഷറീസ് കോളേജിൽ കോളേജിൽ പഠിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ കോളേജിൽ ആൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓക്കെ, അവളുടെ ഇഷ്ടമല്ലേ,
അങ്ങനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ട്രാവൽ ചെയ്യണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് ആളങ്ങോട്ട് ഷിഫ്റ്റായി. പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ഫോൺ മേടിച്ച് കൊടുത്തു. ഫോൺ മേടിച്ച് കൊടുത്താലും ഞങ്ങൾക്ക് എപ്പോഴും കോണ്ടാക്ട് ചെയ്യാലോ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ വർക്കിൻ്റെ ഇടയിൽ ഞാൻ ഫോണും വെച്ചുകൊണ്ട് അധികം ഇരിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. ഞാൻ വാട്സപ്പിലൊക്കെ അങ്ങനെ അധികം കയറാറ് പോലും ഇല്ല. സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാൾ, വർക്കിൻ്റെ ഇടയിൽ അങ്ങനെ വല്ലപ്പോഴൊക്കെ മെസ്സേജ് അയക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ എപ്പോഴും കോണ്ടാക്ട്, അതായത് ഒരു ഗ്യാപ്പില്ലാതെ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, നമ്മളിപ്പോൾ എപ്പോഴും വിളിച്ച് ഇപ്പോൾ എന്നെ ഇങ്ങോട്ടും ബുദ്ധിമുട്ടിക്കില്ല, ഞാൻ അതുപോലെ തന്നെ അങ്ങോട്ടും ശല്യം ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ആ ഒരു ലൈഫ് അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് കോവിഡ് വരുന്നത് അല്ലേ. കോവിഡ് വരുന്ന ടൈമിലാണ് പിന്നെ വേറെ ഇതൊന്നുമില്ല, പണിയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കുറച്ചുകൂടി ഇപ്പം ഞങ്ങൾ രാത്രി 1:30 2 മണിക്ക് 3 കോളിംഗ് ടൈം ഒക്കെ മാറി. പിന്നെ എനിക്കാണെങ്കിലും വർക്ക് ഫ്രം ഹോം ആയി. വർക്ക് ഫ്രം ഹോം ആണെങ്കിലും ഐഷുവിനാണെങ്കിലും ഓൺലൈൻ ക്ലാസ് അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ രാവിലെ നമുക്ക് കോണ്ടാക്ട് ചെയ്യലൊന്നും നടക്കില്ല. പിന്നെ എനിക്കാണെങ്കിലും രാത്രിയൊക്കെ ഞാൻ ഫ്രീ ആയിരിക്കും, പോകേണ്ട ടൈമിൽ പിന്നെ വർക്ക് ഫ്രം ഹോം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ നാൾ ഞങ്ങളുടെ ലവ് സ്റ്റോറി അങ്ങനെ പോയി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഈസ്റ്ററിന്, അതായത് 2020 കഴിഞ്ഞ് 2021 ഈസ്റ്ററിനാണ് ഇതുങ്ങൾ വീണ്ടും എറണാകുളം കറങ്ങാൻ വന്നത്, ഇവളും ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് നോർമലി പിരിഞ്ഞു, ഉച്ചക്ക് പിരിഞ്ഞു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നൈസായിട്ട് പൊക്കി. ഞാനപ്പോൾ ഫുട്ബോൾ കളിക്കാൻ ടർഫിൽ പോയിരിക്കുന്ന ടൈം. അപ്പോൾ ഐശുവിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എന്നെ പറയാ, ചേട്ടൻ ഇന്നോലെ വീട്ടിൽ വിളിച്ച് ആകെ സീനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഞാൻ അറിയുന്നത്. അപ്പോഴും പിന്നീട് ഞങ്ങളിങ്ങനെ ഭയങ്കര എതിർപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ ഐശുവിന് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇമെയിലിലൂടെയൊക്കെ മെസ്സേജ് വരും, ജിമെയിൽ വരും, പിന്നെ ഗൂഗിൾ പേയിലൂടെയൊക്കെ ഞങ്ങളുടെ ചാറ്റിങ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഓർത്തൊക്കെ ഇപ്പോൾ ഇവള് പഠിക്കുന്നതല്ലേ, പയ്യെ വീട്ടുകാർ പയ്യെ സമ്മതിച്ചോളും. ഓക്കെ, അപ്പോൾ ഞാനും എൻ്റെ കരിയർ വൈസ് പോയി, ഐശു പഠിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പോയി. പിന്നെ ഇത് വീണ്ടും ഞങ്ങൾ നോർമൽ വാട്സപ്പിൽ നിന്ന് ചാറ്റ് മാറ്റിയിട്ട് നമ്മൾ ബിസിനസ് വാട്സപ്പ് വേറെ സിമ്മൊക്കെ എടുത്തിട്ട് പിന്നെ അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടായി ചാറ്റിങ്. അങ്ങനെ കുറേ നാൾ നമ്മൾ അങ്ങനെ കടന്നുപോയി. അതും ഒരു ദിവസം വീട്ടിൽ പൊക്കി. അത് ഐശുവിൻ്റെ മണ്ഡലം കൊണ്ടാണ് വീട്ടിൽ പൊക്കണത്. അങ്ങനെ വീട്ടിൽ പൊക്കി. അപ്പൊ പൊക്കിയപ്പോഴുള്ള അവസ്ഥകളൊക്കെ പറഞ്ഞോളൂ, ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരുടെ വീട്ടിലും അല്ല അങ്ങനെയല്ല, ഞാൻ മാത്രം സംസാരിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. സ്ട്രിക്റ്റ് പാരന്റ്സ് ഉള്ള എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. നോർമലി ഇപ്പൊ ഇത് നമ്മളിപ്പോ ഒരു മാതാപിതാക്കളാണെങ്കിലും നമ്മള് പോയി ലൈനടിച്ചോ അല്ലെങ്കിൽ പ്രേമിച്ചോ എന്നുള്ളത് ആരും പറയില്ല. ആസ് യൂഷ്വൽ എല്ലായിടത്തും നടക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മുടെ കാര്യത്തില് എനിക്കൊരു ഇതുണ്ടായിരുന്നത് നമ്മള് സെയിം കാസ്റ്റ് ആണ്. അങ്ങനെ നമ്മളിപ്പോ കാസ്റ്റ് വൈസ് ഇപ്പൊ നമ്മള് ലവ് മാരേജ് ആകുമ്പോ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ജാതി അങ്ങനെ മതം അങ്ങനത്തെ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ടിട്ടാണെങ്കിലും ഞങ്ങളെല്ലാം സെയിം ആയിട്ടുള്ള എല്ലാം സെയിമാണ്. പലതവണ ഇങ്ങനെ ഐശുവിൻ്റെ വീട്ടിൽ പിടിക്കൽ പതിവായി. അങ്ങനെ ഐശുവിൻ്റെ പാരൻസ് കോളേജിൽ ചെന്നു, ലെക്ചറിൻ്റെ അടുത്തൊക്കെ കാര്യം പറഞ്ഞു, ടീച്ചർമാരുടെ അടുത്തൊക്കെ ഇത് പറഞ്ഞപ്പോൾ ടീച്ചർമാർക്ക് പറഞ്ഞു, ഐശുവിനെ ഉപദേശിച്ചു, ഓക്കെ ഇന്നോലെ നീ ഇപ്പം പഠിക്കുകയാണ് അല്ലേ, പഠിക്കണേണ്, പഠിത്തം കഴിഞ്ഞ് നീ ഒരു കരിയറിൽ എത്തിയിട്ട് വീട്ടിൽ ഇത് അവതരിപ്പിക്കുക, അപ്പോഴും നിനക്ക് ആ റിലേഷൻ ഉണ്ടെങ്കിൽ നീ ഇത് അവതരിപ്പിക്കുക, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിപ്പോ നീ ചെയ്യണ കൊണ്ടിട്ട് കുഴപ്പമില്ല, ഇപ്പൊ നീ പഠിക്കല്ലേ, അപ്പൊ മാതാപിതാക്കൾ ടെൻസ്ഡ് ആവില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഐശുവിൻ്റെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ഞങ്ങളുടെ റിലേഷൻ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയി. വീണ്ടും ഇങ്ങനെ ഇടക്കിടക്ക് വീട്ടിൽ പിടിക്കും, ഞങ്ങൾ ചാറ്റ് ചെയ്യുന്ന രീതിയും ഇതൊക്കെ എല്ലാം മാറ്റും. ഫോൺ മേടിച്ചുകൊണ്ട് പോകും, ഫോൺ കിട്ടാറില്ല, എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും, അങ്ങനെയൊക്കെ. പിന്നെ ആളുടെ അടുത്ത് വീട്ടിൽ അമ്മ മിണ്ടാണ്ടായി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു. പിന്നെ ആൾക്കാണെങ്കിലും ഐശുവിനാണെങ്കിലും മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ നോർമലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരാളെ വിളിച്ചുകൊണ്ട് വരാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു, ഇവിടെ എല്ലാവരും ഓക്കെ ആയി, കുഴപ്പമില്ല. അവരാണെങ്കിലും സെറ്റിൽഡാണ്, ചേട്ടൻ്റെ ജോലി സ്ഥലത്താണ്, അവർ ഫാമിലി സെറ്റിൽഡാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിലാണ് അവരും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിളിച്ച് നേരത്തെ ഇറക്കി കൊണ്ടുവരാറുണ്ടെങ്കിൽ എനിക്ക് ഐശുവിനെ പണ്ടേ വിളിച്ചിറക്കി കൊണ്ടുവരാമായിരുന്നു. എനിക്ക് ആ ടൈമിൽ ഞാൻ നല്ല രീതിയിൽ എന്താ പറയുക, എനിക്ക് അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ടായിട്ട് ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. എനിക്കപ്പോൾ ധൈര്യമായിട്ട് വിളിച്ചിറക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ എപ്പോഴും ആലോചിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ അച്ഛനും അമ്മയും
അറിഞ്ഞ് സന്തോഷിച്ച് തരുമ്പോഴാണ് എനിക്ക് എനിക്കിപ്പോ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അത് അത് നമ്മളെ പഠിപ്പിക്കുന്ന എന്ന് വെച്ചാൽ എന്നെ അച്ഛനും അമ്മയും എന്നെയും ചേട്ടനെയൊക്കെ പഠിപ്പിച്ചേക്കണ അങ്ങനെ. ഒരാളൊരു സംഭവം അറിഞ്ഞു തരുന്നതും നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ ഐശുവിൻ്റെ ഒരു വീട്ടിൽ പിടിച്ചപ്പോൾ പിന്നെ നമുക്കൊരു താഴെ ഒരു കമൻറ്റ് ലാസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്നു, അമ്മ പാവമല്ലേ എന്നിട്ട് ഇവിടുന്ന് എതിർപ്പുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പം അമ്മ പാവമല്ലേ, അമ്മ എന്തുകൊണ്ടാണ് എതിർത്ത് എന്നുള്ളത് ചോദിച്ചിട്ട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ ഐശുവിൻ്റെ വീട്ടിൽ പിന്നെയും വിളിച്ചപ്പോൾ എനിക്കിങ്ങനെ കോള് ഇവിടെ നിന്ന് വരാൻ തുടങ്ങി. ഞാനും വർക്കൊക്കെ കഴിഞ്ഞിട്ട് ആകെ ടെൻസ്ഡായിട്ട് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറയും, അനുമോനെ അവർ താല്പര്യമില്ലെങ്കിലും നമുക്കിത് വിട്ട് കളയാം, വെറുതെ നീ അതിൻ്റെ പുറകെ നടന്ന് നീ ഇങ്ങനെ ഇതായി കഴിയുമ്പോൾ ഫാമിലിയിലാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയാണ് വീട്ടിൽ എതിർപ്പ് വരുന്നത്. ഈ ഒരു കാര്യം എതിർപ്പ് വരുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഓക്കെ ആലോചിക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പൂർണ്ണ സമ്മതം പെട്ടെന്ന് ആരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ഇതാവണ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അത് വിട്ട് കളയാം, വേണ്ട നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലിപ്പം നടക്കാത്ത ഇതൊന്നും അല്ലല്ലോ. പിന്നെ നമ്മൾ ഇപ്പോൾ നോർമലി ആലോചിക്കണമെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നിന്നെ സംബന്ധിച്ചിടത്തോളം നീ ഇങ്ങനെ അലമ്പായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയോ അല്ല. പിന്നെ ഇവരിങ്ങനെ വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വിട്ട് കളയാം, നീ അത് മറന്ന് കളഞ്ഞേക്കെന്ന് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ വിഷമിക്കണ കണ്ടിട്ട് എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് പ്രശ്നമൊക്കെ ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടിൻ്റെയും പേഴ്സണൽ ചാറ്റ് അല്ലേ, അതായത് നമ്മുടെ ചാറ്റ് മൂന്നാമതൊരാൾ വായിക്കുമ്പോൾ ഉള്ള ഇതാ. ഇതിപ്പോൾ ഐശുവിൻ്റെ അമ്മയാണ് നമ്മുടെ ചാറ്റ് ആദ്യം എടുത്ത് വായിക്കുന്നത്. ഓക്കെ, അപ്പം അമ്മക്ക് വായിക്കാനുള്ള അധികാരമുണ്ട്, ശരിയാണ്, ഒരു പാരൻ്റാണ്. അപ്പം അത് എന്ത് വന്നു കഴിഞ്ഞാലും വായിക്കാനുള്ള ഇതുണ്ട്. പക്ഷെ അത് മൂന്നാമതൊരാളല്ല, നാലാമതും അഞ്ചാമതും ആറാമതും ഒരാളിലേക്ക് എത്തിച്ച് നിസ്സാര കാര്യങ്ങളായിരിക്കില്ല, ചിലപ്പോൾ അതൊരു വലിയ കാര്യം തന്നെ ആയിരിക്കും. എനിക്ക് ജോലി ഇല്ലാത്തത് എൻ്റെ കുറ്റം തന്നെ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരേ കാസ്റ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഐശുവിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഫോൺ കോളൊക്കെ വരുമ്പോഴാണ് വീട്ടിൽ ഞാൻ ടെൻഷൻ അടിക്കണം കണ്ടിട്ടാണ് എതിർപ്പ് വന്ന് തുടങ്ങി, എൻ്റെ വീട്ടിൽ എതിർപ്പ് വന്നത്. അതിനുശേഷം വീണ്ടും ഐശുവിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു അല്ലേ, ജോലി കിട്ടി. അപ്പോൾ അതിന് മുന്നേ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഐശുവിൻ്റെ പഠിത്തം കഴിഞ്ഞപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ലാസ്റ്റ് ഓണത്തിലല്ല അതിന് മുന്നേ, അതായത് 2022 ഓണത്തിന് എൻ്റെ അച്ഛയും അമ്മയും കൂടി ഐശുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഓൾറെഡി ഈ ബന്ധം ചോദിച്ചപ്പോൾ നോർമലി ഐശുവിൻ്റെ പാരൻസ് പറഞ്ഞു നമ്മളിപ്പോൾ കല്യാണം നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓക്കെ, അപ്പം അച്ഛനും അമ്മയും ഓക്കെ എന്നാൽ ശരി എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അങ്ങനെ പോകുന്നു. അതിന് ശേഷമാണ് അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ, അപ്പോഴും ഞങ്ങൾക്ക് ഐശുവിന് ഭയങ്കര സങ്കടമായി. ഒരു അച്ഛനും അമ്മയും ഇങ്ങനെ ഒന്നും അവരുടെ പോക്ക് കണ്ടപ്പോൾ ഐശുവിനും ഭയങ്കരമായിട്ടും ഒരു ബുദ്ധിമുട്ടായി. അപ്പോൾ റീസൺ എന്താണെന്നൊന്നും അങ്ങനെയല്ല. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഓൾറെഡി വർക്കിംഗ് ആണ്, എനിക്ക് ജോലി ഇല്ലാണ്ടായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു 1.5 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയും വന്ന് കല്യാണം ആലോചിക്കുമ്പോഴും ഞാൻ ഒരു പ്രൈവറ്റ് ബാങ്കിൽ വർക്കിംഗ് ആയിരുന്നു. എനിക്ക് അത്യാവശ്യം സാലറി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലക്ഷങ്ങളൊന്നുമില്ല, എന്നാലും ഒരു കുടുംബം പോറ്റാനുള്ള സാലറി എനിക്കുണ്ടായിരുന്നു. നമുക്കിപ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് ഐശുവിൻ്റെ വീട്ടുകാരെ കാണിച്ചിട്ട് അവരങ്ങനെ കൺവിൻസ് ചെയ്യാൻ എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഗവൺമെൻറ് ജോലിയാണെങ്കിലും പ്രൈവറ്റ് ജോലിയാണെങ്കിലും എന്തിനാണെങ്കിലും അതിൻ്റേതായ ഒരു വിലയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, എന്ത് ജോലിക്കാണെന്നുണ്ടെങ്കിലും അല്ലേ. പിന്നെ നമുക്ക് ഈ ജോലിയും ഇതൊക്കെ പൈസയൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും പോവാം. അപ്പം അതിലൊന്നും എനിക്കങ്ങനെ ആർത്തിയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പൈസയുടെ കാര്യത്തിൽ. അത് എല്ലാവരും അങ്ങനെ ആണോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഗവൺമെൻറ് ജോലി മേടിക്കാൻ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പരിശ്രമിക്കാമായിരുന്നു, മേടിക്കാമായിരുന്നു. എനിക്ക് ആ ഒരു താല്പര്യമേ എനിക്ക് കുറവായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുനാളിലെ തൊട്ടിട്ട് ഇപ്പം ചേട്ടക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഒരു സർവീസിൽ കയറണമെന്നുള്ളത്. അതുകൊണ്ടിട്ട് ചേട്ട ആ ഒരു പുള്ളി ഉദ്ദേശിച്ച സർവീസിൽ തന്നെ പുള്ളി കയറിയിരിക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ജീവിച്ചു പോകണം, എനിക്ക് മനസ്സമാധാനമാണ് വലുത്. അതുപോലെ തന്നെ വീട്ടിൽ ഡെയിലി പോയി വരുന്ന ജോലി, ആ ഒരു ഇത്, അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്.
അങ്ങനെ ഐശുവിൻ്റെ വീട്ടിൽ പോയി അച്ഛയമ്മ ആലോചിച്ചു, താല്പര്യമില്ല എന്ന് പറഞ്ഞു, ഇപ്പം നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നു, പോരുന്നു. പിന്നീട് എനിക്ക് ഞാൻ വർക്ക് ചെയ്തിരുന്ന ജോലി എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നു. നോർമലി ഞാനത് അവിടെ നിന്ന് ഇറങ്ങുന്നു. വീണ്ടും എനിക്ക് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ആ ഒരു ഇതിലേക്ക് വന്നു. അത് കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ പോരുന്നു. അപ്പം ഞാൻ ഐശുവിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു, ഐശു ഞാൻ ഇന്നപോലെ ജോലി വിട്ടിട്ട് ഇതിലേക്ക് ഇറങ്ങുകയാണ്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ നിമിഷം നമുക്ക്, എനിക്ക് ജോലി ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ടിട്ടും ഇനി ഇതാവണ്ട, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നീയാ തീരുമാനിക്കണ്ട, ഞാനൊരിക്കലും വാശി പിടിക്കില്ല എന്നുള്ളത് ഞാൻ ഐശുവിൻ്റെ അടുത്ത് പറഞ്ഞു. അതാ നമ്മൾ എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും എനിക്ക് പിടിച്ച് മേടിച്ച് എനിക്കിഷ്ടമില്ല. എന്തോ എനിക്ക് കുഞ്ഞുനാൾ തൊട്ടിട്ട് അങ്ങനെയുള്ള ഒരു ഇഷ്ടങ്ങളും ഇല്ല. ഓക്കെ, എന്തും നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാലും നമുക്ക് കിട്ടും എന്നുള്ള ഒരു വിശ്വാസമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഐശുവിനും അറിയാം. അങ്ങനെയാണ് ഞാൻ ജോലി വിട്ടിട്ട്, ജോലി വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ പ്രശ്നങ്ങളൊക്കെ വന്നു. എൻ്റെ ബാങ്കിങ് ഫീൽഡിൽ ഇപ്പോൾ നോർമലി അറിയാലോ, നമുക്ക് ഫുൾ ടൈം ഇപ്പം ഐശു പറയും ചേട്ടനെ കിട്ടാറ് പോലും ഇല്ല, ഞാൻ വരുമ്പോൾ ലേറ്റ് ആകും, അങ്ങനെ നമ്മൾ കോണ്ടാക്ട് ഒന്നും ചെയ്യാറ്, വർക്കിംഗ് ടൈമിലൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഞാൻ ജോലി വിട്ടു. അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത്, അമ്മയുടെ ഒപ്പം വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത്. പക്ഷെ അത് നമുക്ക് അത്യാവശ്യം ആ ടൈമിൽ റീച്ചൊക്കെ ഉണ്ടായി. കുറച്ച് ഇട്ടത് പിന്നെ സ്റ്റൈല് മാറ്റി അമ്മയായിട്ട് വന്നപ്പോൾ നമുക്ക് അവിടെ നിന്ന് റീച്ച് കയറി, നമ്മൾ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. പ്രതീക്ഷിക്കാതെ നമുക്ക് കുറെ ഇതിൽ റീച്ച് ഉണ്ടായി. ആ ടൈമിൽ നമുക്ക് അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിനുശേഷമാണ് ഞങ്ങളൊരു തീരുമാനം എടുത്തത്, നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാന്നുള്ളത്. ഇങ്ങനെ പറഞ്ഞിട്ടും ഐശുവിന് ഈ ഗ്യാപ്പിൽ ഞാൻ ജോലി ഇറങ്ങണത് ഒക്ടോബർ 23, ഐശുവിന് ജോലി കിട്ടുന്നത് നവംബർ 7 or 5 അങ്ങനെ എന്തോണ് ഐശുവിന് ജോലി കിട്ടുന്നത്. ഡേറ്റ് ഒക്കെ എനിക്ക് കൃത്യം ഓർമ്മ. അപ്പൊ ആ ഒരു ടൈമിലാണ് ഐശുവിന് ജോലി കിട്ടുന്നത്. എന്നിട്ട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയി. ഒരു 6-7 മാസം കഴിഞ്ഞിട്ടും ഐശു ഇങ്ങനെ വീട്ടിൽ പറയുന്നുണ്ടായി, ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ടായി. വീണ്ടും പ്രശ്നങ്ങളായി, ഐശുവിൻ്റെ അടുത്ത് മിണ്ടാണ്ടായി, അമ്മ അങ്ങനെ ആരും മിണ്ടാണ്ടായി. അങ്ങനെ ആൾക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടായി. അവള് ചോദിക്കുന്നത് എന്താ റീസൺ, അതായത് എന്തെങ്കിലും ഒരു റീസൺ വേണം. റീസൺ ചോദിക്കുമ്പോൾ ഇപ്പോൾ ജാതക ദോഷമാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിപ്പോൾ എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ജാതകദോഷമാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ലവ് മാരേജ് ആകുമ്പോൾ നമ്മൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും അച്ഛൻ അമ്മയാണെങ്കിൽ പോലും ജാതകത്തിന്റെ പ്രശ്നമാണെങ്കിൽ നമുക്കത് നോക്കാന്നുള്ള രീതിയിൽ അച്ഛമ്മയും ജാതകം നോക്കിയിട്ടും നമ്മൾ നോക്കുന്ന ആൾക്കാരൊന്നും ഇതേപോലെ ഒരാളെ കൊണ്ടല്ല, നമ്മളൊരു 3-4 പേരെ കൊണ്ടിട്ട് ഈ കാര്യങ്ങൾ നോക്കിച്ച ആരും ഇതിൽ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഐശുവിൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ജാതകദോഷമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആളെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെന്റലി ഇങ്ങനെ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മനസ്സിലാവും. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടും കൂടി എടുക്കുന്ന തീരുമാനമാണ്, നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം. ഐശോ പറയുന്നത് ചേട്ടാ നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം, എന്നിട്ട് കൂടി ഞാൻ വീട്ടിൽ അവതരിപ്പിക്കാം അത് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. അതിനുശേഷം ഐശു വീണ്ടും ഐശുവിൻ്റെ വീട്ടിൽ പറയുന്നു ഇന്നപോലെ എൻ്റെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. അപ്പോഴും ഞാൻ ഐശു ഇറങ്ങി വരാമെന്ന് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഒന്നുകൂടി വീട്ടിൽ പറഞ്ഞ് നോക്കുക. അപ്പം ഐശു പറഞ്ഞില്ല ഏട്ടാ ഇനിയും പ്രശ്നങ്ങളാവും, എനിക്ക് പറ്റണില്ല, ഞാൻ ഇറങ്ങി വരാം. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഐശു, അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ഒന്നുകൂടി പറഞ്ഞു നോക്ക്, എന്നിട്ട് നീ ഇറങ്ങി വന്നാൽ മതി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ബുദ്ധിമുട്ടിക്കണ എനിക്ക് ഇഷ്ടമല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അതിപ്പോൾ എങ്ങനെയാ പറയുക, എനിക്കിപ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ശരിയാണ്, പക്ഷേ ഇതിൽ എന്താണ് തെറ്റെന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വാക്കുകൾ കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഐശുവിൻ്റെ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാവും, എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാവും. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ 100% എല്ലാം തികഞ്ഞവനെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു അല്ലേ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു. ഐശുവിനെ നോക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ടെന്നുള്ളത് ഐശുവിനെ അറിയാം. ശരിയാണ്, എനിക്ക് ഇങ്ങനെ കുട്ടികളെയൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ കുട്ടികളുണ്ട്. പക്ഷെ ഞാൻ സീരിയസ് ആവേണ്ട അടുത്ത് സീരിയസ് ആവും. എനിക്കിങ്ങനെ അങ്ങനെ കളിച്ചും ചിരിച്ചും പോകാനാണ് താല്പര്യം. നമ്മൾ എയർ പിടിച്ച് നടന്നിട്ടൊന്നും വലിയ കാര്യമില്ലല്ലോ.
അങ്ങനെയാണ് ഞങ്ങൾ രജിസ്റ്റർ മാരേജ്. ഐശു വീണ്ടും വീട്ടിൽ പറയണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ നിർബന്ധിച്ച് ഐശുവിനെ കൊണ്ട് വീട്ടിൽ പറയിപ്പിച്ചു. ഇൻ കേസ് ഇനി നാളെ ഇവള് ഇറങ്ങി വന്നിട്ട്, അതായത് ഐശു ഇറങ്ങി വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഇത് പറയണ്ടെന്ന്. കുറഞ്ഞത് ഐശു ഒരു 6 തവണയെങ്കിലും വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ലാസ്റ്റ് ഐശുവിൻ്റെ അച്ഛൻ, ഇവിടുത്തെ അച്ഛനെ വിളിച്ച് പറയുന്നതാണ്, നിങ്ങൾ കല്യാണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നടത്തിക്കോ, ഞങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല, നടത്തിക്കോ എന്ന് പറയുന്നതാണ് ഇത്. അപ്പം ആ സമയത്ത് ഐശു എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ടും പൊട്ടിക്കരയാ, എന്നെ ആർക്കും വേണ്ടല്ലോ ചേട്ടാ, അപ്പം നിങ്ങൾ അതായത് നീ ഇറങ്ങി പോകണമെങ്കിൽ പൊക്കോ എന്നുള്ള രീതിയിലായി, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഞാൻ പിന്നെ എനിക്ക് ഈ പറയുന്ന സെൻറ്റിമെൻറ്റ്സ് ഒക്കെ മാറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എന്നെ ഓർത്ത് ഇത്രയും വേദനിക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ജീവിക്കാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നു, പക്ഷെ ഞാൻ ഐശുവിൻ്റെ പേരൻസിന് ഇനിയും ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ അവളോട് കാണിക്കുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ആൾ തകർന്ന് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെയാണ് ഞാൻ വീട്ടിലേക്ക് ഐശുവിനെ കരയുന്ന ആൾ. പോട്ടെ, അങ്ങനെയാണ് ഞാൻ ഐശുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതൊക്കെ പോട്ടെ, എല്ലാം കഴിഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈഫ്. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ അറിയുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ വീഡിയോ കാണുന്നവരുടെ അടുത്ത്, ഇപ്പം ഞങ്ങളും നാളെ പാരൻസ് ആവും അല്ലേ, അപ്പോൾ നമ്മുടെ മക്കൾക്കും അഫെയറും എല്ലാം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ചേട്ടൊക്കെ ഉണ്ട്, ഇവിടെയുണ്ട് കൊച്ച്, ഇപ്പോൾ എൻ്റെ കസിൻസിനാണെങ്കിൽ എല്ലാവർക്കും മക്കളുണ്ട്. അപ്പോൾ നമുക്കോരോ ഇതുണ്ടാവും, എന്താ പറയുക, ഇന്നാളെ കൊണ്ട് കെട്ടിക്കണം, നല്ല രീതിയിൽ കെട്ടിക്കണം എന്നൊക്കെ ഉണ്ടാവും. അത് ആദ്യം തെറ്റല്ല. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ കൊണ്ടേ കെട്ടിച്ചു, പക്ഷെ അവളുടെ ലൈഫ് ഞാൻ പറഞ്ഞു, നിനക്ക് ഗവൺമെൻറ് ജോലിക്കാരനെ കെട്ടിപ്പോകാൻ പാടില്ലെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, ഉത്തരവ് ചേട്ടാ ഞാൻ ആ പുള്ളീനെ കെട്ടിപ്പോയി, പക്ഷെ ആളുടെ അടുത്ത് എൻ്റെ ലൈഫ് എങ്ങനെയാവും എന്താവും എന്നുള്ളത് എനിക്ക് എന്താ ഉറപ്പ്? അവൾ ജീവിച്ച് തീർക്കേണ്ട ലൈഫല്ലേ. അപ്പോൾ അവൾ എൻ്റെ കൂടെ വരാൻ ഗ്യാരണ്ടി ഓക്കെ ആയിരുന്നു, അവൾ തീർക്കേണ്ട ലൈഫല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നതും നമ്മൾ കല്യാണം കഴിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഐശുവിനെ അവിടെ നിന്ന് ഉപേക്ഷിച്ചൊരു രീതിയിലാണ് ഇങ്ങോട്ട് വിട്ടത് അല്ലേ. ഓക്കെ, അതിനുശേഷം എനിക്കിഷ്ടമില്ലാത്തൊരു ഞാൻ ഒരു കാര്യം പറയാം. എനിക്കിത് പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല. നമ്മൾ ഐശുവിനെ നമ്മുടെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേന് ഞാൻ റോസാപ്പൂ കൊടുക്കുന്ന ഒരു ഇതിലാണ് ഐശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അതിൽ ഐശുവിൻ്റെ ഫേസ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ലേ. അതിനുശേഷം അന്ന് ഫെബ്രുവരി 15, അതായത് ഫെബ്രുവരി 14 അർദ്ധരാത്രി, 15 തുടങ്ങി ഒരു 12:30 1 മണിയൊക്കെ ആയപ്പോൾ ഐശുവിൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് ഒരു ജാതകം അല്ലേ, ഒരു ജോൾസിൻ്റെ കുറിപ്പും കുറച്ച് നോട്ടും അങ്ങനെ, അപ്പം വോയിസ് റെക്കോർഡും അങ്ങനെയുള്ള കാര്യങ്ങൾ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ കല്യാണം ഫെബ്രുവരി 20 എന്നിട്ട് നിങ്ങൾ ഒരു ഭീഷണി പോലെയൊക്കെ, അതായത് നമ്മളെ മാനസികമായിട്ട് വീണ്ടും ടോർച്ചർ ചെയ്യുന്ന പോലെ, നിങ്ങൾ നടത്താനിരുന്ന പരിപാടി മാറ്റി വെച്ചാലും വെച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ഇതിൽ ഇതൊന്നുമില്ല. അത് അവിടെ ഇവിടെയൊക്കെ ഈ ഇതുപോലത്തെയൊക്കെ. എന്തായാലും ഐശുവിനെ ഉപേക്ഷിച്ച് എന്തായാലും നമ്മൾ പരിപാടി നടത്തിക്കുമെന്ന് ഓൾറെഡി ഐശുവിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞതാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെനിക്കൊട്ടും ഇഷ്ടമായില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, അതെനിക്കൊട്ടും ഇഷ്ടമായില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഉപേക്ഷിച്ചു, പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആളിങ്ങനെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു, ഓക്കെ അച്ഛൻ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓക്കെ നിങ്ങളെന്താ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനെ വിളിച്ചിട്ട് നിങ്ങൾ കല്യാണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടത്തിക്കോ, ഞങ്ങൾ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ എന്തെടുത്തു, ഞാൻ അച്ഛയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ അവരെ വിളിച്ച് പറയണ്ട. അച്ഛൻ എന്തെടുത്തു, ഐശുവിനെ ഇവിടെ കൊണ്ടുവന്ന ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇന്ന പോലെ ഐശുവിനെ മോൻ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന പോലെ ഫെബ്രുവരി 20 വീട്ടിൽ കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കേട്ടിട്ടാണ് ഐശുവിൻ്റെ അച്ഛൻ ഫോൺ കട്ട് ചെയ്തത്. അതിനുശേഷം പിന്നെ എന്തിനാ ഈ ജോൾസിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആളെ മെൻ്റലി ടോർച്ചർ ചെയ്ത് നടത്തിയില്ലെങ്കിലും ഞങ്ങൾക്കിതില്ല. പിന്നെ പോരാത്തതിന് ഐശുവിൻ്റെ നാട്ടിൽ മൊത്തം, ഇപ്പോൾ ഐശുവിൻ്റെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും, അപ്പോൾ എനിക്കും അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരാണെങ്കിൽ കൂടി ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾക്ക് അഴച്ചു വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർക്കും മൊത്തം അഴച്ചു കൊടുത്തല്ലേ. അങ്ങനെ ടോർച്ചർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉപേക്ഷിച്ചാണെന്നുണ്ടെങ്കിൽ ഉപേക്ഷിച്ചോ, പിന്നെ എന്തിനാണ് ആളെ പറ്റി ചിന്തിക്കുന്നത് അല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക,
ഉപേക്ഷിച്ച ആളെ പറ്റി എന്തിനാണ് ആ കുട്ടീനെ മാനസികമായിട്ടും ഉപദ്രവിക്കുന്നത്? ഒരുപാട് ആ കൊച്ചു അനുഭവിച്ച്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു പോകുന്നത്. ഒരു ജോലി ഇല്ല എന്നുള്ള പേരിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഐഷുവിൻ്റെ വീട്ടിൽ ഈ പറയുന്ന പോലെ അച്ഛനോ അമ്മക്കോ ആർക്കെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി ഉണ്ടോ? അച്ഛൻ ഇന്നപോലെ സർവീസിലാണെങ്കിൽ കൊള്ളാം. ഇതൊന്നും എൻ്റെ ചോദ്യമല്ല കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ച ചോദ്യങ്ങൾ. എന്താടാ പ്രശ്നം, എങ്ങനെയാടാ പ്രശ്നം എന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഐഷുവിൻ്റെ അടുത്താണെങ്കിലും വളരെ മോശമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, അവന് പൈസയൊന്നും ഇല്ലാത്തവനാണ്. ആർക്കാണെങ്കിലും പൈസ ഇപ്പോൾ ഉണ്ടാവട്ടെ, കുന്നോളം പൈസ ഉണ്ടാവട്ടെ, പൈസ ഒരു നിമിഷം മതിയില്ലേ എല്ലാവരുടെയിൽ നിന്ന് പോകാനും. അല്ല, അപ്പോൾ പൈസയൊന്നും വെച്ച് ഒരാളെയും വിലയിരുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു മര്യാദ അല്ലേ, സ്നേഹം, പിന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ലൈഫിൽ എന്തും നേടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ലവ് സ്റ്റോറി അല്ലേ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അല്ലേ. ടാറ്റാ.